നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. അവശ്യ സർവീസ് ഒഴികെ ബാക്കിയുള്ള പൊതുഗതാഗതം നിശ്ചലമാകും. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും. പണിമുടക്ക് കേരളത്തിൽ ഹർത്താലിന്റെ പ്രതീതിയുണർത്തും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രാദേശിക ചാനൽ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി CCTV. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള അവാർഡ് ന്യൂസ് എഡിറ്റർ രമ്യ എസ് നായരും മികച്ച പ്രോഗ്രാമിനുള്ള അവാർഡ് CCTVയിലെ തൊടിയിലെ ചെടിയുടെ സംവിധായകൻ KC ജോസും സ്വന്തമാക്കി. കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പുരോഗതി കൈവരിക്കാനായെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർക്കാർ വിദ്യാലയങ്ങൾ കേരളത്തിലാണുള്ളതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിട ഉദ്ഘാടനവും സ്കൂളിന്റെ 100ാം വാർഷിക പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ ചേറ്റുവ പുഴയിൽ നിന്നും അനിയന്ത്രിതമായ രീതിയിൽ നടത്തുന്ന മണലെടുപ്പ് ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്. അടിയന്തരമായി മണലെടുപ്പ് നിർത്തിവെക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും നിയമ നടപടികൾക്കും നേതൃത്വം നൽകുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം. വിശദമായ വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. CPM, CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും കർഷക തൊഴിലാളി സംഘടനകളും സർക്കാർ അധ്യാപക സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് CITU അഖിലേന്ത്യാ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയതായും ബലപ്രയോഗമോ അക്രമമോ ഉണ്ടാകില്ലെന്നും അറിയിച്ചു. BMS പണിമുടക്കിൽ പങ്കെടുക്കില്ല. പാൽ, പത്രം, ആശുപത്രി, മരുന്ന് ഷോപ്പുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസുകൾ ഒഴിച്ച് മറ്റെല്ലാ മേഖലയിലെയും തൊഴിലാളികൾ പണിമുടക്കുമെന്ന് തൊഴിലാളി യൂണിയനുകൾ അറിയിച്ചു. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ പൂർണ്ണമായി നിശ്ചലമാകും. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും. മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറങ്ങില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അവഗണന നിറഞ്ഞ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും എതിരെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും 10 കേന്ദ്ര തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ കുന്നംകുളം മുനിസിപ്പൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ വിളംബര റാലി നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച വിളംബര റാലി നഗരം ചുറ്റി ടാക്സി പാർക്കിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാനുമായ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. NLC സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ EN ദിനമണി അധ്യക്ഷനായി. CITU നേതാക്കളായ KA അസീസ്, സുഗു ഇട്ടിയാശൻ എന്നിവർ സംസാരിച്ചു. ദേശീയ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പന്നിത്തടം സെന്ററിൽ ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം KM നൌഷാദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CITU കടങ്ങോട് പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷനായിരുന്നു. ആർട്ടിസാൻസ് യൂണിയൻ CITU പഞ്ചായത്ത് പ്രസിഡന്റ് MK ശശിധരൻ, ലോട്ടറി തൊഴിലാളി യൂണിയൻ CITU ഏരിയ കമ്മിറ്റി അംഗം KA തങ്കപ്പൻ, LC അംഗങ്ങളായ TP ലോറൻസ്, സുഗിജ സുമേഷ്, ഷീജ മണി, ബ്രാഞ്ച് സെക്രട്ടറിമാരായ K പ്രഭാകരൻ, KM മഹേഷ്, TA ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. CITU ഏരിയ കമ്മിറ്റി അംഗം PA ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കർഷക സംഘം പന്നിത്തടം മേഖലാ സെക്രട്ടറി V ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു. ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം കണ്ടാണശ്ശേരി മേഖലയിൽ CITU കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൂനമുച്ചി കേന്ദ്രീകരിച്ച് നടന്ന പ്രതിഷേധ പ്രകടനത്തിനു ശേഷം ചേർന്ന പൊതുയോഗം CPIM ലോക്കൽ സെക്രട്ടറി MV സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി NS ധനൻ, CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VK ദാസൻ, P ദികേഷ് എന്നിവർ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രാദേശിക ചാനൽ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി CCTV. മികച്ച വാർത്താ അവതാരകയ്ക്കും പ്രോഗ്രാമിനുമുള്ള അവാർഡാണ് ലഭിച്ചത്. CCTV ന്യൂസ് എഡിറ്റർ രമ്യ എസ് നായരാണ് മികച്ച അവതാരക.
CCTVയിൽ സംപ്രേഷണം ചെയ്യുന്ന തൊടിയിലെ ചെടി മികച്ച പ്രോഗ്രാമായി തെരഞ്ഞെടുത്തു. CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസാണ് പ്രോഗ്രാം ഡയറക്ടർ. കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പുരോഗതി കൈവരിക്കാനായെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർക്കാർ വിദ്യാലയങ്ങൾ കേരളത്തിനാണുള്ളതെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിട ഉദ്ഘാടനവും സ്കൂളിന്റെ 100ാം വാർഷിക പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തീർത്ഥാടന മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചെന്നും അതിന്റെ ഫലമായി 48 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ന് ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് ഈ സ്കൂളിനുള്ള ഒരു 100ാം വാർഷിക സമ്മാനമാണ്. 1,20,00,000 രൂപ വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഫണ്ടിൽ, പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് അനുവദിച്ചത്. ആ തുക വിനിയോഗിച്ച് നല്ല മനോഹരമായ സൗകര്യപ്രദമായ ഒരു കെട്ടിടം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തതായി വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പ്രഖ്യാപിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 1.20 കോടി രൂപ ചെലവഴിച്ചാണ് ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ കെട്ടിടം നിർമ്മിച്ചത്. 2 നിലകളിലായി 8 ക്ലാസ് മുറികളാണ് കെട്ടിടത്തിലുള്ളത്. പരിപാടിയിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ബിഹാൻകുട്ടി അധ്യക്ഷയായി. തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TK സുധീഷ് കുമാർ, TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, TK അഖില, പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു, സിജി ബാബു, AEO K പ്രസാദ്, BPCP ദേവരാജ്, HSS പ്രിൻസിപ്പൽ ഡോക്ടർ ഷെജീന ഷുക്കൂർ, പ്രധാനാധ്യാപകൻ E ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് VS ശിവാസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. 2 യുവാക്കൾക്ക് പരിക്കേറ്റു. സിദ്ദിഖ് പള്ളിക്ക് സമീപം ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു അപകടം. എതിർദിശയിൽ വരികയായിരുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ചേർപ്പ് സ്വദേശി നിധിൻ, ഇരട്ടപ്പുഴ സ്വദേശി അനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ബറ്റാലിയൻ ആംബുലൻസിലും ലാസിയോ ആംബുലൻസിലും ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ 15 കോടിയുടെ പദ്ധതികളുമായി വികസന സെമിനാർ നടത്തി. മാലിന്യ സംസ്കരണം, എല്ലാ വീടുകൾക്കും കുടിവെള്ള കണക്ഷൻ, ഗ്യാസ് ലൈൻ എന്നിവയും തൊഴിൽ സാധ്യതകൾക്കും ടൂറിസത്തിനും ഊന്നൽ നൽകുന്ന പദ്ധതികൾക്കാണ് വികസന സെമിനാർ രൂപം നൽകിയത്. KSRCയുമായി സഹകരിച്ച് ഗുരുവായൂർ പദ്ധതി നടപ്പിലാക്കും. പ്രകാശ നഗരം ചൊവ്വല്ലൂർപ്പടി വരെ നീട്ടുക, കുട്ടാടൻപാടത്ത് പൊൻകതിർ, കദളിവനം, പുഷ്പനഗരം പദ്ധതി, സ്വയം തൊഴിൽ പദ്ധതി, ബഡ്സ് സ്കൂൾ, ഭിന്നശേഷി കലോത്സവം, തൊഴിൽ പരിശീലനവും, വനിതാ ഫിറ്റ്നസ് സെന്റർ, SC വിഭാഗത്തിലെ ഭൂരഹിത ഭവനരഹിതരെ പുനരധിവസിപ്പിക്കാൻ ഫ്ളാറ്റ് നിർമ്മാണം, നഗരസഭയിലെ ക്യാൻസർ, ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, ബയോപാർക്ക് വികസനത്തിന് സ്ഥലമേറ്റെടുക്കൽ, പുതിയ ഭവന നിർമ്മാണ പദ്ധതി, ടൗൺഹാൾ ആധുനികവൽക്കരണം, മമ്മിയൂർ പടിഞ്ഞാറേനട റോഡ് വീതികൂട്ടൽ തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. നഗരസഭ ടൗൺഹാളിൽ നടന്ന വികസന സെമിനാർ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വികസന സമിതി അധ്യക്ഷൻ ഷാനി റെജി പദ്ധതി അവതരണം നടത്തി. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AS മനോജ്, ബിന്ദു, അജിത് കുമാർ, V അനൂപ്, AT ഹംസ, രതി ജനാർദ്ദനൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസൻ, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ ചേറ്റുവ പുഴയിൽ നിന്നും അനിയന്ത്രിതമായ രീതിയിൽ നടത്തുന്ന മണലെടുപ്പ് ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കർശന വ്യവസ്ഥകളോടെ സംരക്ഷിച്ചു പോരുന്ന കണ്ടൽക്കാടുകൾ നിയമവിരുദ്ധമായി നശിപ്പിച്ചുകൊണ്ടാണ് മണലൂറ്റൽ നടക്കുന്നത്. പുഴയുടെ ആഴങ്ങളിൽ നിന്നും ആധുനിക യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് മണലൂറ്റൽ നടത്തുന്നത് മൂലം സൃഷ്ടിക്കപ്പെടുന്ന വലിയ ഗർത്തങ്ങളിലേക്ക് മണൽ ഒഴുകുന്നത് മൂലം പുഴയുടെ തീരങ്ങൾ ഇടിഞ്ഞില്ലാതാവുകയും കെട്ടിടങ്ങൾക്ക് ഗുരുതരമായ തകർച്ച സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും പുഴയുടെ തീരദേശവാസികളുടെ വീടുകളും മറ്റു കെട്ടിടങ്ങളും ഭീഷണിയുടെ വക്കിലാണെന്നും CH റഷീദ് കുറ്റപ്പെടുത്തി. അടിയന്തരമായി മണലെടുപ്പ് നിർത്തിവെക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും നിയമ നടപടികൾക്കും നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ചേറ്റുവപ്പുഴയിലെ ഖനനം മൂലം അവിടെയുള്ള പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമ്പരാഗത തൊഴിൽ നഷ്ടപ്പെടുന്നത്, അവിടെ
മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾ, അതുപോലെ കക്കവാരിൽ നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ കല്ലുമ്മക്കായ കൃഷി നടത്തുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഇന്ന് ഈ ആ ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നു. വേലൂർ വെങ്ങിലശ്ശേരിയിൽ അടിക്കാടിന് തീപിടിച്ചു. 9ാം വാർഡ് മെമ്പർ ബദുൽ സൈമന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തീയണച്ചു. ഒഴിഞ്ഞ പറമ്പുകൾ സാമൂഹ്യവിരുദ്ധർ താവളമാക്കുന്നതായും പറമ്പുകളിലെ മദ്യപാനവും പുകവലിയുമാണ് തീപിടുത്തത്തിന് കാരണമെന്നും വാർഡ് മെമ്പർ ബദുൽ സൈമൺ പറഞ്ഞു. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ചാവക്കാട് മണത്തലയിൽ മാങ്ങ പൊട്ടിക്കുന്നതിനിടെ അലുമിനിയം തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടി ഗൃഹനാഥന് സാരമായി പരിക്കേറ്റു. ബേബി റോഡ് ആലുങ്ങൽ വീട്ടിൽ തിലകനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 11:30യോടെയാണ് സംഭവം. വീട്ടുവളപ്പിലെ റോഡരികിലെ മാവിൽ നിന്നും മാങ്ങ പൊട്ടിക്കാനായി മാവിൽ കയറി അലുമിനിയം തോട്ടി ഉപയോഗിച്ച് ശ്രമിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ മാവിൻ മുകളിൽ നിന്നും താഴേക്ക് വീണ് ഗേറ്റിലെ കൂർത്ത കമ്പിയിൽ കാൽ തുളഞ്ഞു കയറി. വിവരം അറിഞ്ഞതോടെ KSEB അധികൃതർ ലൈൻ ഓഫ് ചെയ്തു. പരിക്കേറ്റ തിലകനെ ആദ്യം ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഹിന്ദു വിരുദ്ധരായ കമ്മ്യൂണിസ്റ്റ് മതവിശ്വാസികൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രങ്ങളിൽ വംശീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതായി നാഷണൽ ഹിന്ദു ലീഗ് പ്രസിഡന്റ് മുക്കാപ്പുഴ നന്ദകുമാർ, സെക്രട്ടറി ഭരത് കെ മേനോൻ എന്നിവർ ഗുരുവായൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിക്ക് നോട്ടീസ് പോലും നൽകാതെ അപ്രഖ്യാപിത നിരോധനത്തിലൂടെ തൊഴിൽ നിഷേധിച്ച് 100 ദിവസം കഴിഞ്ഞിട്ടും തൊഴിലിൽ പ്രവേശിപ്പിക്കാത്തത് ഹിന്ദു വിരുദ്ധരായ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന്റെ സനാതന ഉന്മൂലന പ്രക്രിയയുടെ ഭാഗമാണ്. ക്ഷേത്രത്തിലെ പൂജയുടെ ഭാഗമായി ശ്രീകോവിൽ വാതിൽ അടച്ചതിന്റെ പേരിൽ ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ ഭരണസമിതി യോഗത്തിൽ പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് കീഴ്ശാന്തിയായ കീഴടം രാമൻ നമ്പൂതിരിക്കെതിരെ നടപടിയെടുത്തത്. ഇത് തൊഴിൽ നിഷേധം നടത്തി പീഡിപ്പിക്കുകയാണ്. കീഴ്ശാന്തി കീഴടം രാമൻ നമ്പൂതിരിയെ പ്രവൃത്തിയിൽ പ്രവേശിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ദേവസ്വം സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ട് യാതൊരു വീഴ്ചയും നടത്താത്ത പരമ ഗുരുവായൂരപ്പ ഭക്തനായ അദ്ദേഹത്തെ എന്തിനു വേണ്ടി മാറ്റി എന്ന് പറയുന്നതിന് പോലും ദേവസ്വം ബോർഡിന് മറുപടിയില്ല. എന്നാൽ ആക്ച്വലി അദ്ദേഹത്തിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസോ അല്ലെങ്കിൽ പുറത്താക്കുന്നതിനുള്ള നോട്ടീസോ യാതൊന്നും തന്നെ കൊടുത്തിട്ടില്ല. കാരണം കൊടുക്കാൻ ഇവർ നിയമപരമായി ചെയ്യാൻ കഴിയില്ല. നിയമപരമായി ബോർഡിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരു വ്യക്തിയുടെ തൊഴിൽ നിഷേധം നടത്തിക്കൊണ്ട് ആ പൂജാരിയെ പീഡിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. കടവല്ലൂർ കടങ്ങോട് പഞ്ചായത്തുകളിൽപ്പെട്ട തിപ്പിലശ്ശേരി ചിറമനേങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ ജനങ്ങളുടെ യാത്ര ദുസ്സഹമാക്കുന്ന കുന്നംകുളം MLA AC മൊയ്തീന്റെ അനാസ്ഥയ്ക്കെതിരെ പള്ളിക്കുളം മേഖല UDF കമ്മിറ്റി നടത്തുന്ന 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ സമരം DCC ജനറൽ സെക്രട്ടറി K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹക്കീം MH അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ദേവദാസ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി KK ഉസ്മാൻ, വാർഡ് മെമ്പർമാരായ KP ദിവ്യ, ബിനി സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിനു മുൻപ് വാഴനട്ടും ചെളിവെള്ളത്തിലിരുന്നും പ്രതിഷേധ സമരം നടത്തിയിരുന്നു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന സമരത്തിന്റെ ആദ്യ ദിവസം വാർഡ് മെമ്പർ KP ദിവ്യ സമരത്തിന് നേതൃത്വം നൽകും. 2ാം ദിവസത്തിൽ പള്ളിക്കുളം സെന്ററിൽ വാർഡ് മെമ്പർ ബിനി സുഭാഷ് നേതൃത്വം നൽകും. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള ഒരു റോഡല്ലേ ഈ തിപ്പിലശ്ശേരി റോഡ്. അതുപോലെ തന്നെ ചെറുമനേങ്ങാട് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള ഒരു റോഡല്ലേ. എവിടെ കരാറുകാരൻ എന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തുകയാണ്. ഞങ്ങൾ ആരുടെ മുമ്പിലാ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടത്? ഞങ്ങൾ ആരുടെ മുന്നിലാ സമരങ്ങൾ നടത്തേണ്ടത്? ഈ റോഡിന്റെ ദുരവസ്ഥക്കെതിരെ 2 ഘട്ടങ്ങളിലായി സമരം നടത്തി. ആ സമരം നടത്തിയിട്ടും കണ്ണു തുറക്കാത്ത അധികാരികളെ അത് വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ റോഡിന്റെ ദുരവസ്ഥയെ നേരിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തണമെന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തിരുത്തിക്കാട് ഭാരതമാതാ LP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 71ാം വാർഷികാഘോഷവും ഫെബ്രുവരി 13 വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 80 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ക്ലാസ് മുറികളും ഫർണിച്ചറുകളും അടങ്ങിയ കെട്ടിടം രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയാകും. കഥാകൃത്ത് P സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്,
ആദരച്ചടങ്ങും കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പ്രതിഭാധരവും ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ അവാർഡ് വിതരണം നടത്തും. ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, PTA ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ, പൂർവ്വ അധ്യാപക പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വാർഷികാഘോഷത്തിന്റെയും അധ്യാപക രക്ഷാകർതൃ ദിനത്തിന്റെയും ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്കൂൾ മാനേജർ അച്യുതാനന്ദൻ കണിശ്ശേരി, പ്രധാനാധ്യാപിക ജയമോൾ, PTA പ്രസിഡന്റ് CI ഹാഷിം എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. കുണ്ടന്നൂർ താജ് പാലസിൽ നടന്ന സെമിനാർ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന പ്രദീപ്, PM സജി, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ രാജി സോമൻ, VV വിവേക്, പ്രബിത ബാലകൃഷ്ണൻ, മെമ്പർമാരായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, K സതീഷ് കുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, പഞ്ചായത്ത് സെക്രട്ടറി G ഗോകുൽ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുത്തു. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട 8 ഗജവീരന്മാർ അണിനിരന്നു. ക്ഷേത്രത്തിൽ രാവിലെ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ വേമ്പനാട് അർജുനൻ ദേവിയുടെ തിടമ്പേറ്റി. തിയ്യൂർ സുധിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയായി. ഉച്ചതിരിഞ്ഞ് 4:30 മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ പഞ്ചവാദ്യവും ചെണ്ടമേളം, തകിൽ, നാദസ്വരം എന്നിവയോടുകൂടിയ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്ര സന്നിധിയിലെത്തി സമാപിച്ചു. തുടർന്ന് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളത്തോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ആചാരവേലവരവ്, പ്രാദേശിക കമ്മിറ്റികളുടെ തെയ്യം, തിറ, പൂതൻ, കാളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുമുണ്ടായി. രാത്രി പൂരാവർത്തനവും പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം നടന്ന ഗുരുതി ദർപ്പണത്തോടെ ഈ വർഷത്തെ പൂരാഘോഷത്തിന് സമാപനമായി. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി TV വിനോദ്, ട്രഷറർ NS വിശ്വനാഥൻ, ക്ഷേത്രം ഊരാളൻ ധർമ്മരാജൻ കോട്ടപ്പുറത്ത്, ക്ഷേത്ര കോമരം വിനോദ് എന്നിവരും കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ശിവരാത്രിക്ക് സമൂഹ ലളിത സഹസ്രനാമാർച്ചന നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ടൗൺ ഹാളിൽ പ്രാണശക്തി പൂജയ്ക്ക് ശേഷം 100 കണക്കിന് പേർ നാമജപവുമായി ക്ഷേത്രനടയിലെത്തും. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4:30 ആരംഭിക്കുന്ന ലളിത സഹസ്രനാമജപം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. ലളിത സഹസ്രനാമത്തിന് സ്വാമി ഉദിത് ചൈതന്യ നേതൃത്വം നൽകും. ആലിസ് ഉണ്ണികൃഷ്ണൻ നാമം ചൊല്ലും. ഹിന്ദി മേഖലയിൽ ഭജൻസിന് പ്രശസ്തിയാർജിച്ച മൈഥിലി ഠാക്കൂർ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, ഡോക്ടർ KB പ്രഭാകരൻ, പ്രൊഫസർ വൈശ്രവണത്ത് നാരായണൻ നമ്പൂതിരി, ശശികുമാർ കൊടമന തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴഞ്ഞി അരുവായ്പാടത്ത് റോഡിൽ ഉയർന്നു നിൽക്കുന്ന പൈപ്പുകൾ ഭീഷണിയാകുന്നു. റോഡരികിൽ 1 വർഷം മുമ്പ് കേബിളുകൾ സ്ഥാപിച്ചിരുന്നു. ഇതിനായി സ്ഥാപിച്ച പൈപ്പുകളാണ് റോഡരികിൽ ഉയർന്നു നിൽക്കുന്നത്. മുൻപ് റോഡരികിൽ പാഴ്പുല്ലുകൾ കാടുപിടിച്ച് കിടക്കുന്നത് മൂലം പൈപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. എന്നാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റോഡരികിലെ പുല്ലുകൾ വെട്ടിമാറ്റിയതോടെയാണ് പൈപ്പുകൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപകട ഭീഷണിയാകുന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേച്ചേരി സ്നേഹഭവൻ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ സ്നേഹയാത്ര നടത്തി. പാലിയേറ്റീവ് കെയറിലെ രോഗികൾ, കൂട്ടിരിപ്പുകാർ, വയോധികർ, സ്ത്രീകൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ പങ്കെടുപ്പിച്ച് സ്നേഹഭവൻ നടത്തിയ മലമ്പുഴയിലേക്കുള്ള ഏകദിന വിനോദയാത്രയിൽ 200-ലേറെ പേർ പങ്കെടുത്തു. 4 ബസ്സുകളിലായി രാവിലെ 9 മണിയോടെ കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയം അങ്കണത്തിൽ നിന്നുമാണ് സംഘം യാത്ര ആരംഭിച്ചത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷെയ്സ്ന ജംഷീർ, സ്നേഹഭവൻ ചെയർമാൻ P മാധവൻ എന്നിവർ ചേർന്ന് വിനോദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്നേഹഭവൻ സെക്രട്ടറി ജിസൺ മാസ്റ്റർ, PK മുഹമ്മദ്, CU ആലിസ് ടീച്ചർ, ജൈനി ഫ്രാൻസിസ്, നിസ റഹ്മാൻ, KM ഹംസ, MM ഷംസുദ്ദീൻ, വനജ ടീച്ചർ, ആലിസ് സാജൻ എന്നിവർ നേതൃത്വം നൽകി.
പുസ്തകത്താളുകളിലെ അറിവിനപ്പുറം മണ്ണും മനസ്സും ചേർത്ത് പിടിച്ച് കുന്നംകുളം എക്സൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിനോട് ചേർന്നുള്ള പാടത്ത് വിദ്യാർത്ഥികൾ തന്നെ വിളയിച്ചെടുത്ത ജൈവനെല്ല് കൊയ്തെടുത്ത് പുഴുങ്ങിക്കുത്തിയ അരി ഉപയോഗിച്ച് നടത്തിയ കഞ്ഞി ഉത്സവം വിദ്യാലയത്തിൽ വേറിട്ട അനുഭവമായി. വിത്തുപാകുന്നത് മുതൽ കൊയ്ത്തുവരെ 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾ നെൽകൃഷിയുടെ ഓരോ ഘട്ടത്തിലും സജീവ പങ്കാളികളായിരുന്നു. ഞാറുനടിയിൽ, കളപറിക്കൽ, കൊയ്ത്ത് തുടങ്ങിയ കൃഷിപ്പണികൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞാണ് അവർ ഈ വിളവെടുപ്പിലേക്ക് എത്തിയത്. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി എന്നത് ഈ സംരംഭത്തിന്റെ മാറ്റുകൂട്ടുന്നു. വെച്ചൂർ പശുക്കളും പച്ചക്കറിത്തോട്ടവും കൃഷിക്കാവശ്യമായ ജൈവവളം ലഭ്യമാക്കുന്നതിനായി കേരളത്തിന്റെ സ്വന്തം ഇനമായ വെച്ചൂർ പശുക്കളെ സ്കൂൾ അങ്കണത്തിൽ തന്നെ പരിപാലിക്കുന്നുണ്ട്. സ്കൂളിലെ സമൃദ്ധമായ ഫാമും പച്ചക്കറിത്തോട്ടവും വിദ്യാർത്ഥികളുടെ കാർഷിക അഭിരുചി വളർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. കഞ്ഞി ഉത്സവത്തിന് കറികൾ തയ്യാറാക്കുന്നതിനാവശ്യമായ മുഴുവൻ പച്ചക്കറികളും സ്കൂൾ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് ശേഖരിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന കഞ്ഞി ഉത്സവത്തിൽ കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിഷ സെബാസ്റ്റ്യൻ, ആർഷ ജിജു, മാധ്യമപ്രവർത്തകൻ C ഗിരീഷ് കുമാർ എന്നിവർ അതിഥികളായി പങ്കെടുത്തു. കുട്ടികൾ തന്നെ വിളയിച്ചെടുത്ത അരിയുടെ രുചിയും ഗുണവും നേരിട്ടറിഞ്ഞ അതിഥികൾ സ്കൂളിന്റെ ഈ കാർഷിക വിപ്ലവത്തെ അഭിനന്ദിച്ചു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൃഷിയുടെയും അധ്വാനത്തിന്റെയും വില മനസ്സിലാക്കി നൽകിയ ഈ ഉത്സവം വരും വർഷങ്ങളിലും തുടരാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. പുന്നിയൂർക്കുളം അണ്ടത്തോട് കെട്ടുങ്ങലിൽ പുനർനിർമ്മിച്ച മസ്ജിദ് നൂറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മതവിജ്ഞാന വിരുന്ന് വ്യാഴാഴ്ച നടക്കും. മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മർഹൂം KM മുഹമ്മദ് മുസ്ലിയാർ നഗറിൽ നടക്കുന്ന മതസൗഹാർദ്ദ സദസ്സിൽ അണ്ടത്തോട് ഇമാം BM മുഹമ്മദ് അഷ്റഫി അധ്യക്ഷത വഹിക്കും. മുനീർ ഹുദവി വിളയിൽ, സ്വാമി ആത്മദാസ് യമി എന്നിവർ പ്രഭാഷണം നടത്തും. സമാപന ദുആ സമ്മേളനത്തിന് സയ്യിദ് അൽ ഫാളിലി ജിഫ്രി വടക്കൂട്ട് നേതൃത്വം നൽകും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് സ്ത്രീകൾക്ക് മസ്ജിദ് സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നു. ഭാരവാഹികളായ സക്കരിയ വെളുത്തേടത്ത്, നിഷാദ് കൊട്ടാരംപാട്ടയിൽ, റാഫി കൊട്ടാരംപാട്ടയിൽ, ഷർഫു വെളുത്തേടത്ത്, സാദിഖ് കൊട്ടാരംപാട്ടയിൽ എന്നിവർ നേതൃത്വം നൽകും. തയ്യൂർ യുവതരംഗം കലാകായിക സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ സിൽവർ ജൂബിലി ആഘോഷം ഫെബ്രുവരി 14 വൈകിട്ട് 5:30 നടക്കുമെന്ന് ഭാരവാഹികൾ എരുമപ്പെട്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1997 ആരംഭിച്ച യുവതരംഗം ക്ലബ്ബ് പിന്നീട് സാംസ്കാരിക വേദിയായും ഗ്രന്ഥശാലയുമായി ഉയർത്തി പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു. തയ്യൂർ ദേശത്തിന്റെ കലാകായിക സാംസ്കാരിക വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയാണ് യുവതരംഗം മുന്നോട്ടു പോകുന്നത്. വനിതകൾക്ക് തൊഴിൽ പരിശീലനം, കുട്ടികൾക്ക് കലാകായിക പരിശീലനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സിൽവർ ജൂബിലി ആഘോഷം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്യും. യുവതരംഗം കലാകായിക സാംസ്കാരിക വേദി ആൻഡ് ഗ്രന്ഥശാലയുടെ സിൽവർ ജൂബിലി ആഘോഷമാണ് ഈ വരുന്ന 2026 ഫെബ്രുവരി 14 വൈകിട്ട് 5:30 ആഘോഷിക്കുന്നത്. അതായത് ചിത്രരചന, അതുപോലെ ലഹരി വിരുദ്ധ സെമിനാറുകൾ, കുട്ടികൾക്ക് കരാട്ടെ, അതുപോലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് തയ്യൽ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വായനശാല മുന്നോട്ട് പോവുകയാണ്. അതിലുപരിയായിട്ട് ഏറ്റവും സന്തോഷമുള്ളത് 2023-24 വർഷത്തിലെ കുന്നംകുളം താലൂക്കിലെ പ്രവർത്തന ഗ്രാൻഡായിട്ടുള്ള ആ മുഴുവൻ സംഖ്യയും ഈ വായനശാലയ്ക്ക് വാങ്ങിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 10,000 രൂപ. ഗ്രന്ഥശാല പ്രസിഡന്റ് KR രാജീവ് അധ്യക്ഷനാകും. എഴുത്തുകാരൻ CF ജോൺ ജോഫി മുഖ്യപ്രഭാഷണം നടത്തും. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, ബ്ലോക്ക് മെമ്പർ മഞ്ജുഷ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് NV ബിജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, മെമ്പർ ഷൈനി ഫ്രാൻസിസ്, നേതൃസമിതി പ്രസിഡന്റ് PR മോഹനൻ, ഗ്രന്ഥശാല സെക്രട്ടറി AL വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുക്കും. നാദസ്വര ആശാൻ സുബ്രഹ്മണ്യൻ തയ്യൂർ, കേരള സ്കൂൾ കലോത്സവത്തിൽ വയലിൻ മത്സരത്തിൽ A ഗ്രേഡ് നേടിയ അദ്വൈത് എന്നിവരെയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ചടങ്ങിൽ ആദരിക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് KR രാജീവ്, സെക്രട്ടറി AL വിൻസെന്റ്, രക്ഷാധികാരി ഷൈനി ഫ്രാൻസിസ്, പ്രോഗ്രാം കൺവീനർ MJ ജസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് രഞ്ജു തോമസ്, ജോയിന്റ് സെക്രട്ടറി ഷീബ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ പെരുന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 7ാമത് മഹാരുദ്രയജ്ഞം അതിപ്രധാന ചടങ്ങായ വസോദ്ധാരയോടെ സമാപിച്ചു. കീഴടം രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന രുദ്രജപവും ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന വിശിഷ്ട അഭിഷേക ദർശനത്തിനും വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ഫെബ്രുവരി 1 ആരംഭിച്ച പരിപാടിയിൽ ദിവസവും അഭിഷേകം, വിശേഷാൽ പൂജകൾ, നാരായണീയ പാരായണം, കേളി, നാഗസ്വരം, വിവിധ കലാപരിപാടികൾ, അന്നദാനം എന്നിവയും ഉണ്ടായി. 11 ദിനങ്ങളിലായി നടന്ന ചടങ്ങുകൾ ഇന്നത്തെ വിശേഷാൽ പൂജകളോടെ സമാപിച്ചു.
സർവീസിൽ നിന്ന് വിരമിക്കുന്ന പെങ്ങാമുക്ക് ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപികയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഇംപ്ലിമെന്റ് ഓഫീസറുമായിരുന്ന സിൽവി ടീച്ചർക്ക് മുൻ പഞ്ചായത്ത് ഭരണസമിതി യാത്രയയപ്പ് നൽകി. ചടങ്ങ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മുൻ ഭരണസമിതി അംഗങ്ങളായ MS മണികണ്ഠൻ, സിന്ധു, ബിന്ദു, ഷാജൻ മാസ്റ്റർ, മിൻഡോ റെനി, ഖദീജ ഹസൻ, ജിഷ്ണു AM, രാജി സോമൻ, MA അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിപണി. പുന്നൂർകുളത്ത് ടോപ്പിൻസ് ബേക്ക് ആൻഡ് കഫേ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആദ്യ വിൽപ്പന നൌഷീർ, അബൂബക്കർ തെക്കോത്ത് എന്നിവർ ഏറ്റുവാങ്ങി. പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ കുന്നംകാട്ടയിൽ, പഞ്ചായത്ത് മെമ്പർമാരായ ധർമ്മൻ, സുജീഷ്, സുഭാഷ്, അഡ്വക്കേറ്റ് റയീസ്, ആബിദ് KH, അഷ്കർ അറക്കൽ, ഉമ്മർ മാസ്റ്റർ അറക്കൽ തുടങ്ങി മറ്റ് സാമൂഹിക, സാംസ്കാരിക, മത, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 15 വരെ എല്ലാ സെലിബ്രേഷൻ കേക്കുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് നൽകും. ടോപ്പിൻസ് ബേക്കേഴ്സ് മാനേജിംഗ് ഡയറക്ടർ മൊയ്തു കരുവീട്ടിൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്ഥാപനത്തിന്റെ വിലാസം ടോപ്പിൻ ബേക്കേഴ്സ്, തടാകം ടൗൺഷിപ്പ്, ആൽത്തറ, പുന്നൂർകുളം. ഫോൺ നമ്പർ 7558995100. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്പിൻസ് ബേക്ക് ആൻഡ് കഫേ, PDAKL കോംപ്ലക്സ്, പെരുമ്പടപ്പ്, പാറ. നമ്പർ 9950955100. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് KSSPU ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പാറേമ്പാടം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ യോഗം ചേർന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മേജോ ബ്രൈറ്റ് ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം യൂണിറ്റ് പ്രസിഡന്റ് KB തമ്പി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CN ശ്രീധരക്കുറുപ്പ് സംസാരിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി CP ഹരിനാരായണൻ സ്വാഗതവും ബ്ലോക്ക് സെക്രട്ടറി ചാക്കോച്ചൻ നന്ദിയും പറഞ്ഞു. വടുതല വട്ടംപാടം MRA സൂപ്പർ മാർക്കറ്റ് സമ്മാന പെരുമഴ. മെഗാ നറുക്കെടുപ്പ് വിജയികളെ പ്രഖ്യാപിച്ചു. വടുതല വട്ടംപാടം പ്രദേശത്തെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ MRA സൂപ്പർ മാർക്കറ്റിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിവന്ന സമ്മാന പെരുമഴ പദ്ധതിക്ക് ആവേശകരമായ സമാപനം. വാർഷികാഘോഷത്തോടൊപ്പം ഓണം, നബിദിനം, ക്രിസ്മസ്, പുതുവത്സരം എന്നിവ കൂടി മുൻനിർത്തി MRA സൂപ്പർ മാർക്കറ്റും ഫിജൂസ് ബേക്കറിയും സംയുക്തമായാണ് ഉപഭോക്താക്കൾക്കായി ആകർഷകമായ സമ്മാന പദ്ധതി ഒരുക്കിയത്. വട്ടംപാടം ഫാത്തിമ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നടന്ന പൊതുചടങ്ങിൽ വെച്ച് മെഗാ നറുക്കെടുപ്പ് വിജയികളെ പ്രഖ്യാപിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. സമ്മാന പദ്ധതിയിലെ ഏറ്റവും ആകർഷകമായ 2 ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഫഹിം കൊമ്പത്ത്, ചെറുവത്താണി സ്വദേശിനി ഷിൽന ഷാജി എന്നിവർ സ്വന്തമാക്കി. കൊട്ടിലിങ്ങൽ ചന്ദ്രൻ, 1ാം വാർഡ് കൗൺസിലർ ഷനോഫ് എന്നിവർ ചേർന്നാണ് മെഗാ സമ്മാന വിജയികളെ തെരഞ്ഞെടുത്തത്. 2ാം സമ്മാനം TV റയ്യാൻ TY സ്വന്തമാക്കി. ഷംസു മുതുവമൽ സമ്മാനദാനം നിർവഹിച്ചു. 3ാം സമ്മാനം വാഷിംഗ് മെഷീൻ കൊച്ചന്നൂർ സ്വദേശിനി നൂറ സ്വന്തമാക്കി. MF റിൻഷാദ് സമ്മാനദാനം നിർവഹിച്ചു. 4ാം സമ്മാനം 5 ലിറ്റർ കുക്കർ K ബാബു സ്വന്തമാക്കി. റസാഖ് വട്ടംപാടം സമ്മാനദാനം നിർവഹിച്ചു. 5ാം സമ്മാനം തെരഞ്ഞെടുത്ത 5 വിജയികൾക്ക് 3 ലിറ്റർ കുക്കറുകൾ വിതരണം ചെയ്തു. വട്ടംപാടം പ്രദേശത്തെ നിരവധി ഉപഭോക്താക്കളെയും ജനപ്രതിനിധികളെയും സാക്ഷിയാക്കിയാണ് ചടങ്ങ് നടന്നത്. വർഷങ്ങളായി വട്ടംപാടത്തെ വ്യാപാര മേഖലയിൽ നൽകിവരുന്ന മികച്ച സേവനത്തിന്റെ തുടർച്ചയായാണ് ഈ വൻ സമ്മാന പദ്ധതി സംഘടിപ്പിച്ചതെന്ന് ഉടമ ഫൈസൽ അറിയിച്ചു. KSSPU കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം BSNL ഓഫീസിന്റെ മുന്നിലേക്ക് മാർച്ചും പൊതുയോഗവും നടത്തി. ബ്ലോക്ക് സെക്രട്ടറി CG ജോബുരാജ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. T രാജഗോപാൽ സ്വാഗതവും KK മുഹമ്മദ് ഉണ്ണി നന്ദിയും പറഞ്ഞു. ശ്രീധരൻ VT, അബി VR, PK വേലു, CT അന്നാമ, KM സൂസന്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 14,530 രൂപ, പവന് 1,16,240 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 290 രൂപ. ചരമം. വേലൂർ പെരുവഴിക്കാട്ട് കുഞ്ഞുമാധവിയമ്മ മകൾ കാർത്തിയേനിയമ്മ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മധുരപ്പുള്ളി ശ്രീധരൻ നായർ ഭർത്താവാണ്. ഗിരിജ, രാജേന്ദ്രൻ, മുകേഷ്, ജലജ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി നമ്പറത്ത് മാനുക്കുട്ടിയുടെ മകൻ വേലായുധൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പിൽ റിട്ടയേർഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിരുന്നു. റിട്ടയേർഡ് അധ്യാപിക രമാദേവി ഭാര്യയാണ്. വിഷ്ണുദാസ്, അനു, റമീസ് എന്നിവർ മക്കളാണ്. സംസ്കാരം ശാന്തിതീരത്ത് നടത്തി. സവേര ഹോട്ടൽ ഉടമ എരുമപ്പെട്ടി ഈഞ്ഞക്കടവിൽ പീതാംബരൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. ഗിരിജ ഭാര്യയും ജിത്ത്, സ്നേഹ എന്നിവർ മക്കളുമാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11-ന് പഴവൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. ഗുരുവായൂർ തിരുവേങ്കിടം കുറുവങ്ങാട്ട് പുത്തൻ വീട്ടിൽ വിലാസിനി അമ്മ നിര്യാതയായി. ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയാണ് പരേത. 80 വയസ്സായിരുന്നു. സംസ്കാരം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഇന്ദിര, സുനിൽകുമാർ എന്നിവർ മക്കളാണ്. കുന്നംകുളം ചാട്ടുകുളം പരേതനായ ചെറുവത്തൂർ ഇയാക്കു മകൻ ചേറു എന്ന പാപ്പച്ചൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. തങ്കമണി ഭാര്യയും ധനേഷ്, ധന്യ, ദിവ്യ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. അവശ്യ സർവീസ് ഒഴികെ ബാക്കിയുള്ള പൊതുഗതാഗതം നിശ്ചലമാകും. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും. പണിമുടക്ക് കേരളത്തിൽ ഹർത്താലിന്റെ പ്രതീതിയുണ്ടാകും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രാദേശിക ചാനൽ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ. വാരിക്കുട്ടി CCTV. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള അവാർഡ് ന്യൂസ് എഡിറ്റർ രമ്യ എസ് നായരും മികച്ച പ്രോഗ്രാമിനുള്ള അവാർഡ് CCTVയിലെ തൊടിയിലെ ചെടിയുടെ സംവിധായകൻ KC ജോസും സ്വന്തമാക്കി. കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പുരോഗതി കൈവരിക്കാനായെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർക്കാർ വിദ്യാലയങ്ങൾ കേരളത്തിലാണെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിട ഉദ്ഘാടനവും സ്കൂളിന്റെ 100ാം വാർഷിക പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ ചേറ്റുവ പുഴയിൽ നിന്നും അനിയന്ത്രിതമായ രീതിയിൽ നടത്തുന്ന മണലെടുപ്പ് ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്. അടിയന്തരമായി മണലെടുപ്പ് നിർത്തിവെക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും നിയമ നടപടികൾക്കും നേതൃത്വം നൽകുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.